JPG ലെമേൽ എലിക്സർ വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ല, 9,000 അല്ലെങ്കിൽ 10,000 അത്രയും രൂപ മുടക്കി വാങ്ങാനുള്ള സാഹചര്യമല്ല നിങ്ങൾക്കെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. അതിൽ യാതൊരു സംശയമില്ല. JPG ലെമേൽ എലിക്സറിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അത് സ്നിഫ് ചെയ്തിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇത് വാങ്ങിച്ചോ. 5 സ്പ്രേ മതി. വളരെ സ്ട്രോങ് ആണ്. പ്രൊജക്ഷനും ബീസ്റ്റ് മോഡ് പ്രൊജക്ഷനാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ. നിങ്ങൾ അടിച്ചിട്ട് പോകുമ്പോൾ ആൾക്കാർക്ക് എന്തായാലും ഈ മണം കിട്ടും. ലൈറ്റ് ആയിട്ടുള്ളതല്ല, വളരെ സ്ട്രോങ് ആണ്. ഓവർ സ്പ്രേ ചെയ്യുന്നത്. റിവ്യൂ ചെയ്യുന്നത് റൈഹാൻ എലിക്സർ. ചിലരെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു പെർഫ്യൂമാണ്, റിവ്യൂ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട്. അപ്പൊ ഞാനിത് ട്രൈ ചെയ്തു. കഴിഞ്ഞ 1-2 ദിവസം ഇതായിരുന്നു, 3-4 ദിവസമായിട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പം എന്റെ അഭിപ്രായമാണ് എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത്. ആദ്യം റൈഹാൻ എലിക്സർ JPG ലെമേൽ എലിക്സറിന്റെ ക്ലോൺ ആണ്. എത്രത്തോളം സിമിലാരിറ്റി ഉണ്ടെന്ന് ഞാൻ വ്യക്തമായും പറയാം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്കൊരു ബോക്സ് ഡിസൈനും കാര്യങ്ങളും പറയാം. ഒരു ബോക്സ് ഡിസൈൻ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ റൈഹാൻ കൊടുത്തിട്ടുണ്ട്. എലിക്സർ വെർഷൻ ആണ്, സ്ട്രോങ് ആയിട്ട്. JPG ലെമേൽ എലിക്സറും സ്ട്രോങ് ആണ്, യാതൊരു സംശയമില്ല. ഇതിന്റെ ബോക്സ് ഡിസൈൻ ഒരു രക്ഷയില്ല. അടിപൊളി ബോക്സ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു പാറ്റേൺ. നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ്, ഹോൾഡ് ചെയ്യാനും ഒരു പ്രീമിയം. ഈ ഒരു 3,500 റേഞ്ചിൽ ഈ ഒരു പെർഫ്യൂമിന്റെ ഒരു മേക്കിംഗ് അത് പറയാതിരിക്കാൻ വയ്യ. നല്ല രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രസന്റേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്, സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ്. ഗോൾഡൻ ഫിനിഷിലുള്ള ഒരു പ്രസന്റേഷൻ. വേറൊന്നുമില്ല, ക്യാപ്പും വെയിറ്റ് ഉണ്ട്. പ്ലാസ്റ്റിക് അല്ല, മെറ്റൽ ആണ്. അപ്പൊ ക്യാപ്പിനും ക്വാളിറ്റി ഉണ്ട്, ബോട്ടിലിനും ക്വാളിറ്റി ഉണ്ട്. ട്രൈ ചെയ്യാം. സ്പ്രെയർ, പ്രഷറൈസ് ചെയ്തുള്ള സ്പ്രെയർ ആണ്. ഓക്കെ, JPG ലെമേൽ എലിക്സർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം, JPG ലെമേൽ എടുത്താലും, അതായത് ആദ്യം ഇറങ്ങിയ ലെമേൽ എടുത്താലും അതിൽ ചേർത്തിരിക്കുന്ന ഒരു 2-3 നോട്ടുണ്ട്. ഒന്ന് മിന്റും ലാവണ്ടർ പൂക്കളുടെ മണവും മിന്റിന്റെ മണവും, പിന്നെ വാനില. ബെർഗാമോ ചെറുതായിട്ട് കിട്ടും, നിങ്ങൾക്ക് അത് പിക്കാൻ പറ്റില്ല. ഒരു ലൈറ്റ് ആയിട്ട് മാത്രമേ കാണൂ. ഒന്ന് സ്പ്രേ ചെയ്യുമ്പോൾ ഒരു ഏതാനും സെക്കൻഡ് നേരത്തേക്ക് മാത്രം ഒരു ബെർഗാമോയുടെ ഒരു എഫക്ട് കിട്ടും. പക്ഷെ ഓപ്പണിംഗിൽ തന്നെ നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് ലാവണ്ടർ പൂക്കളുടെ മണവും പിന്നെ നല്ല മിന്റിന്റെ മണവും. അത് അതേപടി ഒരു തരത്തിലുള്ള ഡിഫറൻസും ഇല്ലാതെ അതേ രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. 1:1 ക്ലോൺ എന്ന് പറയാം. അതേ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, ഒരു മാറ്റം ഇല്ലാതെ. നമുക്ക് ആ ലാവണ്ടറിന്റെ മണവും കിട്ടും, ലാവണ്ടറിന്റെ മണമുണ്ട്. ഒപ്പം ഈ മിന്റിന്റെ മണം, മിന്റ് വളരെ സട്ടിലായിരിക്കും, ഒരുപാട് പിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലാവണ്ടറും വിത്ത് വാനില രണ്ടും സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ലാവണ്ടർ പ്ലസ് വാനില. ഈ ലാവണ്ടർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വാനില അടിപൊളിയായിട്ട് വാനില ചേർത്തിട്ടുണ്ട്. എനിക്ക് ലെമേൽ എലിക്സർ അല്പം ക്ലോയിങ് ആയിട്ട് തോന്നി. എന്റെ ടേസ്റ്റിന് അല്പം ഒരു സ്ട്രോങ് ആയിട്ടൊക്കെ തോന്നി. അത്രയും, അതായത് അതിനകത്ത് ഏതോ ഒരു നോട്ട് എനിക്ക് ഇത്തിരി അലോസരപ്പെടുത്തുന്ന പോലെ തോന്നി. പക്ഷെ ഇത് വളരെ സ്മൂത്താണ്, കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള വെർഷനാണ്. ഇത് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ലാവണ്ടറും ഈ മിന്റിന്റെയും രണ്ടുപേരുടെയും വരവിന് ശേഷം പിന്നീട് ഒരു വാനിലയുടെ നോട്ട് വരും. ഒരു ക്രീമി ആയിട്ടുള്ള വാനില, വളരെ സ്വീറ്റ് ആയിട്ടുള്ള, സ്മോക്കി വാനില അല്ല, ക്രീമി വാനില, സ്വീറ്റ് ആയിട്ടുള്ള വാനില. അത് നന്നായിട്ട് നമുക്ക് ഇതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ഈ 3 നോട്ടായിരിക്കും കൂടുതലും കിട്ടുക: ലാവണ്ടർ, മിന്റ്, വാനില. ഇതിൽ ചേർത്തിരിക്കുന്നത് ടോങ്കാബീനും വാനിലയും ഉണ്ട്. 2 നോട്ടുണ്ട്. രണ്ടും ബേസിക്കലി ഒരു വാനില ടൈപ്പ് സ്മെല്ലിനാണ്. ടോങ്കാബീൻ കുറച്ചും കൂടി ഒരു ക്രീമിയർ ടെക്സ്ചർ കിട്ടും. വാനില ശരിക്കും വാനില സ്മെല്ലാണ്. രണ്ടിന്റെ സ്മെല്ല് വാനില പോലെയുള്ള ഒരു സ്വീറ്റ് നോട്ടാണ്. അപ്പോൾ വളരെ യമ്മി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള നോട്ടായിട്ട് വരും. JPG ലെമേൽ എലിക്സർ വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ല, 9,000 അല്ലെങ്കിൽ 10,000 അത്രയും രൂപ മുടക്കി വാങ്ങാനുള്ള സാഹചര്യമല്ല നിങ്ങൾക്കെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. അതിൽ യാതൊരു സംശയമില്ല. JPG ലെമേൽ എലിക്സറിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അത് സ്നിഫ് ചെയ്തിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇത് വാങ്ങിച്ചോ. ഒരു സംശയമില്ല, ഇത് വാങ്ങിച്ചോ. നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കാരണം JPG ലെമേൽ എലിക്സർ തന്ന അതേ വാവ് ഫാക്ടർ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. എനിക്കും കിട്ടി. കാരണം അത്രയ്ക്ക് നന്നായിട്ട് തന്നെ ഇത് ചെയ്തു വെച്ചിട്ടുള്ളൂ. ഒരു തരത്തിൽ സിന്തറ്റിക് ആയിട്ടുള്ള ചീപ്പ് സ്മെല്ലല്ല. എലിക്സർ കോൺസെൻട്രേഷനിൽ നല്ല ഓയിൽ വെച്ചിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എഫേർട്ട് നമുക്ക് അറിയാൻ പറ്റും. നല്ല ഹൈ ക്ലാസ് ക്വാളിറ്റി ഉള്ള സാധനം. ഒരു ക്ലോൺ ഒന്നും വിശേഷിപ്പിക്കാൻ പറ്റുന്നില്ല, ഒരു ഇൻസ്പയർഡ് എന്നും പറയാൻ പറ്റുന്നില്ല. എനിക്കിത് JPG ആ സെയിം കമ്പനി തന്നെ റൈഹാനെ വിലക്കെടുത്ത് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. സോ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഈ ഒരു 3,500 റേഞ്ചിൽ മസ്റ്റ് ട്രൈ എന്ന് പറയാം. കാരണം JPG ലെമേൽ എലിക്സർ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. പലർക്കും അത്രയും പൈസ മുടക്കാൻ പറ്റുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക. വർത്താണ്. ട്രൈ ചെയ്തിട്ടേ വാങ്ങാവൂ. ബ്ലൈൻഡ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഏത് പെർഫ്യൂം. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. അപ്പൊ ബേസിക്കലി JPG ലെമേൽ എലിക്സർ എന്താണോ അതാണിത്. കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. പെർഫോമൻസ് 9 മണിക്കൂറിനപ്പുറം എനിക്ക് നിൽക്കുന്നുണ്ട്. 9-10 മണിക്കൂർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ്. നിങ്ങൾ ഒരുപാട് അടിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 സ്പ്രേ മതി. വളരെ സ്ട്രോങ് ആണ്. പ്രൊജക്ഷനും
ബീസ്റ്റ് മോഡ് പ്രൊജക്ഷൻ ആണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ. നിങ്ങൾ അടിച്ചിട്ട് പോകുമ്പോൾ ആൾക്കാർക്ക് എന്തായാലും ഈ മണം കിട്ടും. ലൈറ്റ് ആയിട്ടുള്ളതല്ല, വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഓവർ സ്പ്രേ ചെയ്യരുത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഓഫീസിൽ യൂസ് ചെയ്യാം കേട്ടോ. ഓഫീസിൽ, കാരണം ഇത് ലാവൻഡറിന്റെ നോട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഓഫീസിൽ യൂസ് ചെയ്യാം. ഓവറായിട്ട് നിങ്ങൾ അടിക്കേണ്ട. എ സിയിലേക്കാണെങ്കിൽ ഒരു 3-4 സ്പ്രേ മതിയാവും, അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഓവർ സ്പ്രേ ചെയ്യേണ്ട. ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഞാൻ ഡെഫിനറ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. വൈകുന്നേരം, രാത്രി, പിന്നെ അതുപോലെ തന്നെ കല്യാണം, പാർട്ടി, പിന്നെ വൈകുന്നേരമൊക്കെ നിങ്ങൾ ഫുഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഇത് യൂസ് ചെയ്യാം. പിന്നെ വളരെ റൊമാൻറ്റിക് ആയിട്ട് ലൊക്കേഷൻസിൽ സിനിമയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ കപ്പിൾസിന്റെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളിൽ മസ്റ്റായിട്ട് നിങ്ങൾ നല്ലപോലെ ഡ്രസ്സൊക്കെ ഇട്ട് ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ JPG ലെമേൽ എലിക്സർ യൂസ് ചെയ്യുന്ന ഒരാൾ അടുത്തൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തടിച്ചിട്ട് പോകുമ്പോൾ അയാൾ വിചാരിക്കുന്നത് JPG ലെമേൽ എലിക്സർ ആണ് അടിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ആക്യുറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്, വളരെ പ്രിസൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാം കൊണ്ടും ഡെഫിനറ്റ് ആയിട്ട് വർത്ത് ബൈയാണ് റൈഹാൻ എലിക്സർ. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഞാനത് സ്ട്രോങ് ആണെന്ന് പറയാൻ കാരണം, ഞാൻ രാവിലെ അടിച്ചിട്ട് എനിക്ക് വൈകുന്നേരം രാത്രിയാണ് എനിക്ക് കോംപ്ലിമെന്റ് കിട്ടിയത്. രാത്രിയും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. എന്റെ ഷർട്ട് എടുത്തിട്ടപ്പോൾ ഒരു ഏതാനും 1-2 മണിക്കൂർ മുമ്പ് അടിച്ചതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. എനിക്ക് കോംപ്ലിമെന്റ് കിട്ടി. അടിച്ച അന്ന് തന്നെ എനിക്ക് കോംപ്ലിമെന്റ് കിട്ടി. രാത്രി പുറത്ത് പോയപ്പോൾ, ഇത്തിരി മഴ ഉണ്ടായിരുന്നു, പുറത്ത് പോയപ്പോൾ ബൈക്കിൽ ഉണ്ടായിരുന്നു എന്റെ കസിൻ പറഞ്ഞു ഇതേതാ ഈ പെർഫ്യൂം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ രാവിലെ അടിച്ചത്, എന്തായാലും മണം നിൽക്കുന്നുണ്ട്, മണം സ്ട്രോങ് ആണല്ലോ എന്ന് പറഞ്ഞു. ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരുന്നു അത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ എന്റെ അഭിപ്രായം നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ. വാങ്ങേണ്ട സാധനം ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫുൾ ബോട്ടിൽ വാങ്ങുക. 3,000-3,500 ആ റേഞ്ചിലാണ് ഇത് വരുന്നത്. പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ദിവസം ഈ മാസങ്ങളിൽ ഒരു പിറന്നാളോ അല്ലെങ്കിൽ കല്യാണമോ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. കണ്ടല്ലേ, ബോട്ടിൽ ഡിസൈൻ തന്നെ കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയൊരു പെർഫ്യൂം. എല്ലാം കൊണ്ടും വർത്താണ്. പെർഫോമൻസ് ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്. വേറെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇത്രയും പോലെ. അപ്പോൾ 10 ml അല്ലെങ്കിൽ 5 ml വാങ്ങുക. ഇനി എനിക്ക് ഇതിന്റെ കൂടെ തന്നെ റിവ്യൂ ചെയ്യാനുള്ളത് ഗേൾസിന് ഒരു പെർഫ്യൂം. ചിലരെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ബർബറി ഗോഡസ്. എന്റെ കയ്യിരിക്കുന്ന ടെസ്റ്റർ ബാച്ച് ആണ്. EDP കോൺസെൻട്രേഷൻ. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ബാച്ച് കോഡ് 3214. ഇവിടെ ലോട്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ അടിപൊളി ബോട്ടിലാട്ടോ. ഗ്ലാസ് കൊള്ളാം, നല്ല തിക്കായിട്ടുള്ള ഗ്ലാസിന്റെ ലെയർ ഉണ്ടല്ലേ, തിക്കായിട്ടുള്ള ഗ്ലാസ് ആണ്. നല്ല ബോട്ടിലാണ്, എലഗന്റ് ആയിട്ടുള്ള ബോട്ടിൽ. ക്യാപ്പ് പ്ലാസ്റ്റിക് അല്ല, മെറ്റൽ ക്യാപ്പാണ്. നല്ലൊരു ഗോൾഡൻ ഫിനിഷ് ഉള്ള ക്യാപ്പ്, ക്വാളിറ്റി സാധനം. ഇവിടെ ബർബറി എന്നുള്ള ലോഗോ കാണാം. ഗോഡസ് എന്നാണ് പെർഫ്യൂമിന്റെ പേര്. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തു, ഒന്നും കൂടെ ട്രൈ ചെയ്ത്. ഓ സെക്സി. ദീപിക പദുക്കോണിന്റെ ബോട്ടിൽ എന്നോട് പറയാം. വളരെ ഹോട്ട് ആൻഡ് സെക്സി ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ഒരു ടോപ്പ് നോട്ട് വാനില ലാവൻഡർ, ഏകദേശം JPG ലെമേൽ പോലെ ആ ഒരു നോട്ടാണ്, പക്ഷെ സ്മെല്ല് സെയിം അല്ല. JPG ലെമേലിന് ടോപ്പ് നോട്ട് പോലെ വാനില, ലാവൻഡർ, കക്കാവോ, ജിഞ്ചർ. മിഡിൽ നോട്ടിൽ വരുമ്പോൾ വാനില ടൈഗർ, ബേസ് നോട്ടിലും വാനില. അപ്പം ടോപ്പിലും മിഡിലും ബേസ് നോട്ടിലും വാനില ഓവർലോഡഡ് ആയിട്ടുള്ള പെർഫ്യൂം. പക്ഷെ ഇത് തലക്കുത്തലുണ്ടാക്കുന്ന നോട്ടൊന്നുമല്ല, സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. സ്വീറ്റ് വാനില വിത്ത് ഫ്രൂട്ടി, ഒരു ഫ്രൂട്ടി നോട്ട് ഉണ്ട്. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല, കക്കോടാണോ ലാവൻഡർ ഒന്നും കിട്ടുന്നില്ല, പക്ഷെ ഫുൾ ആൻഡ് ഫുൾ വാനില. അടിപൊളി പെർഫ്യൂം. അയ്യോ, മസ്റ്റ് ട്രൈ ആണത്. ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഡെഫിനറ്റ് ആയിട്ട് വാങ്ങുക. സ്വീറ്റ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവര് വാങ്ങുക. 6 മണിക്കൂറാണ് ഇതിന്റെ ലോങ്ജിവിറ്റി. പ്രൊജക്ഷൻ ആദ്യത്തെ 2 മണിക്കൂർ സ്ട്രോങ് ആണ്, പിന്നെ ഇത് ക്ലോസ് ആയിട്ട് മാറും. സ്മെൽ ഒരു രക്ഷയില്ല. ഒരു മസ്റ്റായിട്ട് വാങ്ങേണ്ട ഒരു പെർഫ്യൂം. ഒരു 18 വയസ്സിന് എബോവ്, 30 വയസ്സ് താഴെ, 18 വയസ്സ് മുകളിൽ അവരുപയോഗിക്കുന്ന ഒരു പെർഫ്യൂം. ഇത് ഒരു 30 വയസ്സ് താഴെയുള്ള ഒരു ചാമിങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു ഫീലാണ്. ഒരു പക്ക ഫെമിനിൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു DNA. നോട്ട് ഫോർ മെൻ, യൂണിസെക്സ് അല്ല. ഞാനങ്ങനെ പൊതുവെ അങ്ങനെ പറയാറില്ല, പക്ഷേ ഈ ഒരു പെർഫ്യൂം ഗേൾസ് അടിച്ച് വരുമ്പോഴായിരിക്കും കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു നല്ല വെൽ സെറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയൊക്കെ ചെയ്യുന്ന, അത്യാവശ്യം അല്പം ഓട്ടവും ചാട്ടവും അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് അല്ലാത്ത ഗേൾസ് അല്ലേ. എപ്പോഴും യാത്ര പോവുക, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക, ഇങ്ങനെ ഉറക്കം തൂങ്ങിയോ അല്ലാതെ, അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് അല്ലാതെ എപ്പോഴും യാത്ര, സിനിമയ്ക്ക് പോവുക, കൂട്ടുകാരായിട്ട് കറങ്ങാൻ പോവുക, ജോലി ആയിട്ടിരിക്കുന്ന ആ ടൈപ്പ്. ഞാൻ പറയുന്നത് ദീപിക പദുക്കോണിന്റെ ആ ഒരു, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ, ആ ഒരു ഹോട്ട് ആൻഡ് സെക്സി ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. നല്ല പെർഫ്യൂമാണ്. പിന്നെ അതുപോലെ ഇത് നിങ്ങൾക്ക് ഏത് ഒക്കേഷനിൽ യൂസ് ചെയ്യാം. നമ്മുടെ ലോങ്ജിവിറ്റി 6 മണിക്കൂറുണ്ട്. അപ്പം പെർഫോമൻസ് കുഴപ്പമില്ല. പ്രൈസ് അറൗണ്ട് ഒരു 7,000-8,000 അടുപ്പിച്ച് റേറ്റ് വരുന്നുണ്ട്. 100 ml EDP കോൺസെൻട്രേഷൻ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ബ്ലൈൻഡ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാളിൽ പോയിട്ട് കിട്ടുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഡിയർ ഹോം ഇന്റേഴ്സ്, തീരുമ്പോൾ ഞാൻ വാങ്ങി വെക്കുന്ന ഒരു പെർഫ്യൂം. ഇഫ് യു വാണ്ട് ടു സ്മെൽ റിച്ച്, ദെൻ ഗെറ്റ് ദിസ്.
വളരെ സ്മെൽ, എന്താ പറയുക, ലക്ഷറി റിച്ച് ആയിട്ടുള്ള ഒരു പണക്കാരുടെ മണമെന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വിന്റർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം. ഡിയർ ഹോം ഇന്റൻസ് ഭയങ്കര കോംപ്ലിമെന്റ് മോൺസ്റ്റർ ആണ് ഈ ഒരു പെർഫ്യൂമിന്റെ കാര്യത്തിൽ. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. 150 ml. ഇത് വീക്കെൻഡ് വേണമെന്ന് പലരും പറഞ്ഞിരുന്നു. ഇതിനൊരു 150 ml അറൗണ്ട് ഒരു 18,000 റേഞ്ച് വരും. വീക്കെൻഡ് കൂടെ പർച്ചേസ് കണ്ടിട്ടാണ് അത്രയും വലുതൊരെണ്ണം വാങ്ങിയത്. ബാച്ച് കോഡ് 5801 EDP കോൺസെൻട്രേഷൻ. ഐറിസ് പെർഫ്യൂമിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള നോട്ടാണ് ഐറിസ്. ചിലർ ഓറിസ് എന്നും പറയും. ഓറിസ് എന്നാണ് പെർഫ്യൂമറിയിൽ ഞാൻ വിളിക്കുന്ന പേര്. ഐറിസ് വളരെ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. അപ്പം അതാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ലിപ്സ്റ്റിക്കി ഡാർക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള പെർഫ്യൂം. കോംപ്ലിമെന്റ് വേണോ ഇത് വാങ്ങുക, നിങ്ങൾ അഡിക്റ്റഡ് ആവും. രാത്രി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. സ്ട്രോങ് ഹെവി മോൺസ്റ്റർ ലെവൽ പ്രൊജക്ഷൻ. ഇപ്പോൾ 1-2 സ്പ്രേ അടിച്ചതുള്ളൂ, ഏരിയ മുഴുവൻ ഈ മണമായിട്ട് മാറി. വിന്റർ സീസണിൽ യൂസ് ചെയ്യേണ്ട പെർഫ്യൂമുകളാണ് റേഹാൻ എലിക്സറും, പിന്നെ ഡിയോറിന്റെ ഡിയർ ഹോം ഇന്റൻസ്, പിന്നെ ഗേൾസിന് ബർബറി ഗോഡസ്. ഈ പെർഫ്യൂം ഈ ഒരു സീസണിൽ യൂസ് ചെയ്താലും കുറച്ചും കൂടെ നല്ലത്. ഇത് ഓഫീസിൽ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു വിന്റർ സീസൺ കുറച്ചും കൂടി ഇതിൻ്റെ ഒരു ചേരുന്ന ഒരു കാലാവസ്ഥ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത്രയും പെർഫ്യൂമിന്. ഇത് വാങ്ങാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഡയർ ഹോം ഇന്റൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ അറ്റ്ലീസ്റ്റ് ഒരു 10 ml വാങ്ങുക. ഒരു 10 ml നിങ്ങൾ കളക്ഷനിൽ വെക്കേണ്ട ഒരു പെർഫ്യൂമാണ്. എന്താണ് ഐറിസിന്റെ മണം, എന്താണ് ലിപ്സ്റ്റിക്കിന്റെ മണം, ഏത് തരത്തിലാണ് നിങ്ങൾക്ക് ഇത് പ്രൊജക്ട്, ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യണമെങ്കിൽ ഇത് വാങ്ങുക. പിന്നെ ഇതും നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യും. 3 മസ്റ്റ് ബൈ ആയിട്ടുള്ള പെർഫ്യൂമാണ്. താങ്ക് യു സോ മച്ച്. ഇതിന്റെ രണ്ടിന്റെയും ഡീക്കിന് ഞാൻ കൊടുക്കുന്നുണ്ട്. 10 ml 5 ml 10 ml 5 കൊടുക്കുന്നുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർ കമന്റിൽ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാങ്ങുക, ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക.